ഹായ് നമസ്കാരം. ഇന്ത്യൻ തിരിച്ചടി നേരിടാൻ പാകിസ്ഥാൻ തുർക്കിയുടെയും ചൈനയുടെയും ആയുധങ്ങൾ ഇറക്കുമ്പോൾ ഇന്ത്യയുടെ വെറും 5 മിസൈലുകൾ മതി ഇന്ത്യക്ക് പാകിസ്ഥാനെ ഭസ്മമാക്കാൻ. പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ നിരവധി നൂതന മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, സൗര്യ മിസൈൽ പോലെ പ്രാലയ് ബാലിസ്റ്റിക് മിസൈൽ, അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ, ഈ 5 മിസൈലുകളുടെ ശക്തി മതി ഇന്ത്യയിൽ പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്ന് തന്നെ തെറിപ്പിക്കാൻ. ഈ മിസൈലുകളിൽ ചിലത് അവയുടെ വേഗതയും കൃത്യതയും കാരണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനിലെ നഗരങ്ങളെ ലക്ഷ്യമിടാൻ കഴിയും എന്നുള്ളതാണ്. മിസൈലുകളുടെ സവിശേഷത നോക്കാം. അമൃത്സറിൽ നിന്ന് ലാഹോറിലേക്കുള്ള ദൂരം വെറും 55 കിലോമീറ്റർ മാത്രമാണ്. ബ്രഹ്മോസിന്റെ വേഗത കണക്കിലെടുക്കുമ്പോൾ ഈ മിസൈലിന് 72 സെക്കൻഡിനുള്ളിൽ ലാഹോറിനെ ലക്ഷ്യമിടാൻ കഴിയും എന്നുള്ളതാണ്. കൂടാതെ അമൃത്സറിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള ദൂരം ഏകദേശം 287 കിലോമീറ്ററാണ്. പക്ഷേ ബ്രഹ്മോസിന് 5 മിനിറ്റിനുള്ളിൽ അത് നശിപ്പിക്കാൻ കഴിയും എന്നുള്ളതും മറ്റൊരു അത്ഭുതം തന്നെയാണ്. ഭുജിൽ നിന്ന് കറാച്ചിയിലേക്കുള്ള ദൂരം 325 കിലോമീറ്ററാണ്. പക്ഷേ ഇത് ബ്രഹ്മോസിന്റെ പരിധിയിൽ വരുമ്പോൾ എളുപ്പത്തിൽ അത് ലക്ഷ്യമിടാൻ 5-6 മിനിറ്റ് എടുത്തേക്കാം എന്ന് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അതേസമയം ഭാരതം സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചതും വ്യാപാര നയങ്ങളിലെ മാറ്റവുമെല്ലാം സാരമായി ബാധിച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിൽ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങി എന്നുള്ള വാർത്തയും വന്നു. പാകിസ്ഥാൻ നിലവിൽ സാമ്പത്തികമായി കൂപ്പുകുത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഭാരതത്തിനെതിരെ യുദ്ധത്തിന് തയ്യാറാകുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നാണ് പൊതുജനം പറയുന്നത്. ഇതിന്റെ ഭാഗമായി വടക്കൻ പാകിസ്ഥാനിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലാണ് പാക് ജനത സ്വന്തം സർക്കാരിനെതിരെ രംഗത്തെത്തിയത്. ഭാരതത്തെ യാതൊരു കാരണവുമില്ലാതെ പ്രകോപിപ്പിച്ച് മറ്റൊരു യുദ്ധത്തിന് കോപ്പുകൂട്ടിയാൽ ഇതിന്റെ ചെലവും പ്രത്യാഘാതങ്ങളും ആര് എങ്ങനെ വഹിക്കുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഭാരതത്തിന്റെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങളെ തടുക്കാൻ പാകിസ്ഥാൻ ആവില്ല എന്നാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ പറയുന്നത്. അതിനാൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാനാണ് ജനങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. യുദ്ധസമാനമായ സാഹചര്യത്തിൽ പൊതുജനം അക്രമാസക്തമായി തെരുവിലിറങ്ങിയതോടെ പാക് ഭരണകൂടവും പ്രതിസന്ധിയിലായ അവസ്ഥയിലാണ്. ബാൾട്ടിസ്ഥാൻ പോലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ജനം തെരുവിലിറങ്ങുന്നത് ഇവിടുത്തെ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കുമെന്ന ഭയവും ഭരണാധികാരികൾക്കുണ്ട്. ഇതിനാൽ തന്നെ പാകിസ്ഥാനിൽ നടക്കുന്നത് ഭാരതത്തിനെതിരായ പ്രതിഷേധമാണെന്നാണ് പാക് അധികൃതരുടെ വാദം. എന്നാൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് മറിയം ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷത്തെക്കുറിച്ച് അവർ ആദ്യമായാണ് പ്രതികരിക്കുന്നത്. ഇന്ന് പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷമുണ്ട്. പക്ഷേ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു പാകിസ്ഥാൻ സൈന്യത്തിന് രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ശക്തി നൽകിയിട്ടുണ്ട് എന്നാണ് മറിയം പറയുന്നത്. പാകിസ്ഥാന്റെ ശക്തി അതിൻ്റെ രക്തസാക്ഷികളുടെ ത്യാഗങ്ങളിൽ നിന്നാണ് എന്നാണ് മറിയം പറഞ്ഞു വരുന്നത്. പാകിസ്ഥാനെ ഒരു ആണവശക്തിയാക്കി മാറ്റിയതിന് തൻ്റെ പിതാവിന് ബഹുമതി നൽകിക്കൊണ്ട് പാകിസ്ഥാനെ ഒരു ആണവശക്തിയാക്കുന്നതിൽ നവാസ് ഷെരീഫ് ചരിത്രപരമായ പങ്ക് വഹിച്ചുവെന്ന് അവർ പറഞ്ഞു. നവാസ് ഷെരീഫ് ഇതുവരെ പഹൽഗാം അക്രമത്തെ അപലപിക്കുകയോ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. എന്നാൽ നേരെ മറിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് 6 ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ വൈറലായിരുന്നു. ഈ വീഡിയോയിൽ ഒരാൾ ഒരു സിപ്പ് ലൈനിലൂടെ കടന്നു പോകുന്നതും
താഴെ ആളുകൾ ഓടുന്നതും കാണാം. ഈ വീഡിയോയിൽ ചില ആളുകൾ പെട്ടെന്ന് താഴെ വീഴുന്നതും കണ്ടിരുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശിയായ ഋഷി ഭട്ട് കേബിൾ ഓപ്പറേറ്ററിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സിപ്പ് ലൈൻ ഓപ്പറേറ്റർ അല്ലാഹു അക്ബർ എന്ന് 3 തവണ വിളിച്ചുവത്രേ. പിന്നാലെ വെടിവെപ്പ് ആരംഭിച്ചതായും ഋഷി പറഞ്ഞു. സിപ്പ് ലൈനിങ് നടത്തുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത ഭട്ട് യാത്ര ആസ്വദിക്കുന്നത് കാണാം. അതേസമയം പശ്ചാത്തലത്തിൽ വെടിയൊച്ചകൾ കേൾക്കാം. സംഭവം നടന്ന് 6 ദിവസത്തിന് ശേഷം ഈ വീഡിയോ വൈറലാകുന്നത് തൻ്റെ വൈറലായ വീഡിയോയെക്കുറിച്ച് അഹമ്മദാബാദിൽ വാർത്താ ഏജൻസിയായ NIA സംസാരിക്കവേ കാശ്മീരി സിപ്പ് ലൈൻ ഓപ്പറേറ്റർ അല്ലാഹു അക്ബർ എന്ന് 3 തവണ വിളിച്ചു എന്ന് പറഞ്ഞതായും വെടിവെപ്പ് ആരംഭിച്ചതായും സംശയിക്കുന്നതായി ഭട്ട് പറഞ്ഞു. അയാൾ 3 തവണ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. പിന്നെ വെടിവെപ്പ് ആരംഭിച്ചു. അയാൾ ഒരു സാധാരണ കാശ്മീരിയെ പോലെ കാണപ്പെട്ടു. ഞാൻ സിപ്പ് ലൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെടിയൊച്ചകൾ തുടങ്ങി. ഏകദേശം 20 സെക്കൻഡുകൾക്ക് ശേഷം അതൊരു ഭീകരാക്രമണമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നിലത്ത് ആളുകൾ കൊല്ലപ്പെടുന്നതും 5-6 പേർക്ക് വെടിയേറ്റു വീഴുന്നതും ഞാൻ കണ്ടു. അതിനുശേഷം ഞാൻ ബെൽറ്റിന്റെ കെട്ടുകൂരി താഴേക്ക് ചാടി. ഭാര്യയെയും മകനെയും എടുത്തു ഓടി. ആരെയും പെട്ടെന്ന് കാണാൻ പറ്റാത്ത വിധം ഒരു കുഴി പോലെയുള്ള ഒരു സ്ഥലത്ത് ആളുകൾ ഒളിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളും അവിടെ ഒളിച്ചിരുന്നു. അക്രമികൾ ആളുകളെ അവരുടെ ഐഡന്റിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്യമിട്ടതെന്ന് ഭട്ട് അവകാശപ്പെട്ടു. ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന 2 കുടുംബങ്ങളിലെ ആളുകളോട് അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ചതായും തൻ്റെ ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ച് അവരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ ഭാര്യയും മകനും നിലവിളിക്കുന്നുണ്ടായിരുന്നു. വെടിവെപ്പ് 8-10 മിനിറ്റ് തുടർന്നതായും പിന്നീട് കുറച്ചു നേരം നിർത്തിവെച്ചതായും അതിനുശേഷം വീണ്ടും വെടിവെപ്പ് ആരംഭിച്ചതായും ഭട്ട് പറഞ്ഞു. വീണ്ടും വെടിവെപ്പ് ആരംഭിച്ചു. 4-5 പേർക്ക് വെടിയേറ്റു. ഞങ്ങളുടെ മുന്നിൽ 15-16 വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. 20-25 മിനിറ്റിനുള്ളിൽ സൈന്യം പഹൽഗാമിൽ എത്തിയെന്ന് ഋഷി ഭട്ട് പറഞ്ഞു. 18-20 മിനിറ്റിനുള്ളിൽ എല്ലാ വിനോദസഞ്ചാരികൾക്കും സൈന്യം സംരക്ഷണം നൽകിയപ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നി. ഇന്ത്യൻ സൈന്യത്തോട് ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പഹൽഗാമിൽ 25 വിനോദസഞ്ചാരികളെയും ഒരു കാശ്മീരിയെയും വെടിവെച്ചു കൊന്ന ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 3 ഭീകരരിൽ ഒരാൾ ജമ്മു കാശ്മീരിൽ ഒളിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ലഷ്കർ-ഇ-തൊയ്ബ തലവൻ ഹഫീസ് സയ്യിദും ഡെപ്യൂട്ടി സൈഫുള്ള കസൂരിയും പാകിസ്ഥാനിലേക്ക് കടന്നെന്നും 3-മനായ ഹാഷിം മൂസ ജമ്മു കാശ്മീരിൽ ഒളിച്ചിരിക്കുന്നതുമായാണ് സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഹാഷിം മൂസ തെക്കൻ കാശ്മീരിലെ വനങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നും കണ്ടെത്താൻ വിശദമായ ഓപ്പറേഷൻ ആരംഭിച്ചതായും സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു. ഈ ഭീകരൻ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടുന്നതിന് മുമ്പായി പിടികൂടാൻ സുരക്ഷാ ഏജൻസികൾ തീവ്രമായി ശ്രമിക്കുകയാണ്. അതോടൊപ്പം ഹാഷിം മൂസയെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ജമ്മു കാശ്മീർ പോലീസ് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല വിവരം നൽകുന്നയാളുടെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്നതിനായി ഹാഷിം മൂസയെ ജീവനോടെ പിടികൂടുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. സുരക്ഷാ ഏജൻസികളുടെ കണക്കനുസരിച്ച് കാശ്മീർ താഴ്വരയിൽ നടന്ന 6 ഭീകരാക്രമണങ്ങളിൽ ഹാഷിം മൂസ ഉൾപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ പാരാ കമാൻഡോ ആയി ഹാഷിം മൂസ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് ലഷ്കർ-ഇ-തൊയ്ബയിൽ ചേർന്ന ഇയാൾ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. 2023-ൽ ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നതായി വിവരം ലഭിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിൽ 7 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഹാഷിം മൂസ ഉൾപ്പെട്ടിരുന്നു. ബാരാമുള്ളയിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതും ഇയാൾ ഉൾപ്പെട്ട ആക്രമണത്തിലായിരുന്നു എന്നാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്.